ഒരു ഗ്ലാസ് ചായ കുടിക്കാം. എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ലവ് ലെറ്റർ ആണ്. എന്താണ് ഈ പലഹാരത്തിന് ലവ് ലെറ്റർ എന്ന പേര് വന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. ഞങ്ങൾ കൊല്ലം സൈഡുകാരൊക്കെ ഇതിന് മൈദ അപ്പം, മടക്കപ്പം എന്നൊക്കെയാണ് പറയാറ്. പിന്നീട് ഇതിൻ്റെ റിസർച്ച് നടത്തിയപ്പോഴാണ് ഇതിന് ഒരുപാട് പേരുണ്ട്. ചില നാടുകളിൽ മുട്ടച്ചുരുൾ, ഏലാഞ്ചി, തിരുളട, മുട്ടപ്പാലട, മയ്യിത്തപ്പം, മുട്ടപ്പത്തിരി എന്ന് വേണ്ട പേരിങ്ങനെ അനന്തമായി നീളുകയാണ്. ഒരു പേരിൽ എന്തിരിക്കുന്നു അല്ലേ? ഇത് കഴിക്കാത്ത ഒരാൾ പോലും കാണില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരുടെ അമ്മമാർ എല്ലാവർക്കും ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് നാളായി ഇത് ഉണ്ടാക്കാത്തവർക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ചായയും 4 മണിക്ക് അമ്മ സ്ഥിരമായിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി തരുന്നൊരു പലഹാരമായിരുന്നു ഇത്. ഇനി എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പരമ്പരാഗതമായി മൈദയിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഗോതമ്പ് മാവിലും നിങ്ങൾക്ക് ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമ്മളിപ്പം ഇവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മൈദ മാവിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പ് മാവിന് ഇത് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു 6-7 എണ്ണമാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പൊന്നും വേണ്ട. 1/8 സ്പൂൺ, അതായത് ഒരു 2 പിഞ്ച് കയ്യിൽ അളവിൽ ഇട്ട് കൊടുത്താലും മതി. ഇത് പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് വെള്ളത്തിൽ ഇത് കലക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 1/2 കപ്പ് പാലാണ് ചേർത്തത്. അതിനുശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള അളവ് വെള്ളം അല്ലെങ്കിൽ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും 1/2 കപ്പ് പാലും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മൊത്തം അളവ് 2 കപ്പ് മൈദയ്ക്ക് 1.25 നമ്മൾ ലിക്വിഡായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഞാൻ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമാണ് ചേർത്തത്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഫുള്ള് പാലിൽ കലക്കേണ്ടവർക്ക് കലക്കാം, അതല്ല ഇങ്ങനെ ഹാഫായിട്ടും കലക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് ഇങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതൊരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ഇപ്പോൾ ഇട്ടു. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് ചേർക്കാൻ വേണ്ടി നല്ല 5 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നട്ട്സാണ്. വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇത് മുന്തിരി, ഇതും ഓപ്ഷണലാണ്. ഇതൊരു പകുതി പഴഞ്ഞാൻ എടുത്തിട്ടുണ്ട്. അത് അവനവൻ്റെ പേഴ്സണൽ ഇഷ്ടം അനുസരിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഫില്ലിങ്ങിൽ മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാം. ഇനിയൊരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇതിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരുപാടൊന്നും ഇടേണ്ട ഒരാവശ്യമില്ല. നട്ട്സ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് നേരം തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അപ്പം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യണം. ഒരുപാട് സമയം നമ്മളിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഈ തേങ്ങയിലുള്ള വെള്ളമയം അങ്ങ് നഷ്ടപ്പെടും. അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മധുരപ്രിയരാണെങ്കിൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ആവാം. ഇനി ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണ് ഞാനൊന്ന് അരിച്ചാണ് ഇടുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൈദാപ്പം ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ ഒരു മീഡിയം തീയിലേ പാടുള്ളൂ. ഒരല്പം തീ കൂടിപ്പോയാൽ നല്ലതുപോലെ നമുക്കിങ്ങനെ റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഞാൻ നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് നിറം മാറി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് മറിച്ചിടാം. ഇപ്പം ഏകദേശം അതായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് തിരിച്ചിടാം. ചില ഭാഗങ്ങളിലാണെങ്കിൽ മൈദ ഇപ്പം തിരിച്ചിട്ടതിന് ശേഷം ഒരു 2-3 സെക്കൻഡിനകം അതിങ്ങ് മാറ്റിയിട്ട് നല്ല വെള്ള കളറിലാണ് ഈ ഫില്ലിങ് വെച്ചിട്ട് ഇത് ചുരുട്ടിയെടുക്കുക. എൻ്റെ അമ്മയൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തന്ന രുചിയാണ് എനിക്കിഷ്ടം. അതായത് ഒരു സൈഡ് കുറച്ചും കൂടെ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ കളറിൽ കുത്തുകുത്തൊക്കെ ആവുന്നത്. അതുകൊണ്ട് ആദ്യത്തേത് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആവശ്യത്തിന് നമ്മൾ ഫില്ലിങ് വെച്ചതിന് ശേഷം മൊരിയണമെങ്കിൽ മാത്രം കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി.
രണ്ട് സൈഡും മടക്കി എന്നിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു പണിയാണ് കല്ലിൽ വെച്ച് ചൂടോടെ ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാൻ. ഒരുപക്ഷെ ഇങ്ങനെ ചുരുട്ടി ഒരു എൻവലപ്പ് പോലൊക്കെ ആക്കുന്നത് കൊണ്ടായിരിക്കും ലവ് ലെറ്റർ എന്നുള്ള പേര് ഇതിന് വീണത്. ഒന്നാമത്തെ ലവ് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഞാനതൊന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം സാധാരണ ആൾക്കാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശം ഒന്ന് കുക്കായി മറുവശം അതുപോലെ കുക്കാവുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ്. അത് വേറൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ്. ഞാൻ ഈ ഫില്ലിങ്ങിൽ കുറച്ച് പഴം ചേർത്തിട്ടുണ്ട്. എല്ലാ ഫില്ലിങ്ങിലും ഞാൻ പഴം ചേർത്തില്ല. വീട്ടിൽ എല്ലാ ആൾക്കാർക്കും പഴം ചേർക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ ലവ് ലെറ്റർ ഉണ്ടാക്കിയതുപോലെ തന്നെ രണ്ട് സൈഡും മടക്കി നമുക്കിത് നല്ലതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഇത് ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.